Hi all, once again welcome back to Nihal Perspective. ഈ ഓണപരീക്ഷ തുടങ്ങിയ സമയം മുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. പത്രങ്ങളുടെയും അല്ലെങ്കിൽ മറ്റ് ടി വിയിലൂടെയും മറ്റു പല ചർച്ചകളായിട്ട് കേട്ടുവരുന്ന ഒരു കാര്യമാണ് ഓണപരീക്ഷ ചോദ്യപേപ്പറുകൾ യൂട്യൂബിൽ. ഓണപരീക്ഷയുടെ പല ചോദ്യപേപ്പറും യൂട്യൂബിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഓണപരീക്ഷയ്ക്ക് രാവിലെ സ്കൂളിലെത്തി കുട്ടി കിട്ടേണ്ട ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തലേ ദിവസങ്ങളിൽ നടന്ന യൂട്യൂബ് ചാനലിലെ ലൈവ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യമാണ് പിറ്റേ ദിവസം എവിടെ എത്തുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ചോദ്യങ്ങൾ. പറയുന്ന കാര്യം, ചോദ്യപേപ്പറുകൾ ചോരുന്നു, കൃത്യമായ രീതിയിൽ യൂട്യൂബേഴ്സിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു എന്നൊരു കാര്യമാണ്. ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി? പലരും പല അഭിപ്രായത്തിൽ പല രീതിയിൽ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഒരു 2017 മുതലാണ് ഞാൻ എൻ്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട്. 2018 കൃത്യം 2018 ഞാൻ ടീച്ചിങ് കരിയറിലേക്ക് ഞാൻ എത്തുന്നത്. ഇപ്പോൾ 2024 വളരെ കുറച്ച് കാലത്ത് ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ആ ചെറിയൊരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ ഞാൻ നേടിയെടുത്ത അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ എൻ്റെ പരീക്ഷ സമയത്ത് എങ്ങനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഈസി കാര്യമുള്ളൂ. 2016-17 പുതിയ ടെക്സ്റ്റ് ബുക്ക്. ഇന്ന് നിങ്ങൾ SSLC 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറൊരു കാലം 2016-17 കാലഘട്ടത്തിലാണ്. അത് ഈ വർഷം 2023-24 അത് കഴിയുകയും അടുത്ത വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുമെന്നാണ് പറയപ്പെടുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്ക് വരും തന്നെ വേണം, അത് വേറെ കാര്യം. ഇനി എന്താണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? അപ്പം നമുക്ക് 2016 മുതലുള്ള PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം മതി അടുത്ത അല്ലെങ്കിൽ ഓണപരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും സിമ്പിളി എക്സാമിന് ചോദിക്കുക. ആ എക്സാമിന് ചോദിക്കുന്ന 4 ചാപ്റ്റേഴ്സ് സ്ഥിരമായി ചോദിക്കുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2017-ലും 2016-ലും 2019-ലും 2024-ലും ചോദിച്ച ചോദ്യമാണ് മെർക്കന്റലിസ്റ്റ് ലോ. അതായത് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ആ അമേരിക്കൻ റവല്യൂഷൻ essay ആയിട്ട് ചോദിക്കാൻ സാധ്യതയില്ലെങ്കിൽ നിർബന്ധമായും അതിലെ മെർക്കന്റലിസ്റ്റ് ലോ എന്തായി ചോദിക്കും? ഈ രീതിയിലുള്ള ഷോർട്ട് അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റ് ലോ മാത്രം സെപ്പറേറ്റ് ചോദിക്കും. അത് കൃത്യമായി കണ്ടന്റ് നോളജ് ഉള്ള അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എടുത്ത് എക്സ്പേർട്ട് ആയ ഒരു ടീച്ചർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ. അതിൽ വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, അടുത്ത ചാപ്റ്റർ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അവിടെ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ് ഓഫ് ഗവൺമെന്റ്സ് ആൻഡ് പബ്ലിക്. 2018-ലും 2024-ലും 2023-ലും ചോദിച്ച ചോദ്യം. 2023-ലും 2024-ലും സെയിം ചോദ്യം റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം നോക്കി നിങ്ങൾ, റൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അതേ ചാപ്റ്റർ ചോദ്യമാണ് 2022-ലും 2024-ലും 2019-ലും മുന്നത്തെ പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. റിപ്പീറ്റ് ചെയ്ത് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതൊക്കെ അടുത്തൊരു പരീക്ഷയ്ക്ക് ഒരു യൂട്യൂബിലെ ടീച്ചർ ഡിസ്കസ് ചെയ്യും, PYQ ഡിസ്കസ് ചെയ്ത് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ തലേന്ന് യൂട്യൂബിലെ ടീച്ചേഴ്സിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെവിടെയാണ് ലോജിക് ഉള്ളത്? അടുത്ത ശ്രദ്ധിക്കും നിങ്ങൾ. ഇനി ലോക്പാൽ ആൻഡ് ലോകായുക്ത നോക്കി. 2017-ല് 2018-ല് 2019-ല് 2023-ലും സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് ലോക്പാലും ലോകായുക്തയും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വെബ്സൈറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ അവരെ കൊടുക്കുന്നുണ്ട്. 2017-ല് 18ാമത്തെ ചോദ്യമാണ്, 2018-ല് 23ാമത്തെ ചോദ്യമാണ്, 2019 19ാമത്തെ ചോദ്യമാണ്, 2023-ലെ 10ാമത്തെ ചോദ്യം. സെയിം സാധനം ചോദിക്കുന്നത് എല്ലാ വർഷവും റിപ്പീറ്റ്. ഈ ചോദ്യങ്ങളാണ് ഒരിക്കലും ഒരു യൂട്യൂബിലെ ടീച്ചേഴ്സിന് നാളെ നിർബന്ധമായി ചോദിക്കുമെന്ന് പറയാൻ കഴിയും. ചിലപ്പോൾ 4-5 ചോദ്യങ്ങളാ, അതിൽ കൂടുതൽ പറയാൻ സാധിക്കില്ല. അതെങ്ങനെ 4-5 ചോദ്യങ്ങൾ നിർബന്ധമായും നാളെ ചോദിക്കുന്നു പറയാൻ വേണ്ടി സാധിക്കുന്നത്? അത് ഈ PYQസാ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരെ കൺട്രോൾ ചെയ്യും. അതാണ് പറയുന്നത്. ബാക്കിയൊക്കെ അവരുടെ പ്രസന്റേഷനും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ നടത്തുന്ന ചില പരിപാടികളുമാണ്. അടുത്ത ശ്രദ്ധിക്കുക. ഇനിതാ അടുത്തത് നാസവും ഫാസവും. സെക്കൻഡ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്കാണ് നാസവും ഫാസവും. അവിടുത്തെ ചോദ്യം എന്തായാലും ചോദിക്കും. അതിൽ ചിലപ്പോൾ അവർ ഇന്ന ചോദ്യം എന്നല്ല പറയാം, ഡയറക്റ്റ് ചോദ്യം എന്നല്ല പറയാം, നാസിസത്തിൽ നിന്നും ഫാസിസം ഒരു ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ ഫാസിസത്തിന്റെ ക്യാരക്ടേഴ്സ് ചോദിക്കും. അത് പറയാണ് ചെയ്യുക. കാരണം ആ ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം നിർബന്ധമായും ചോദിച്ചിരിക്കും. നോക്കി നിങ്ങൾ, ലിസ്റ്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഫാസിസം, റൈറ്റ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ഫാസിസം, നാസിസം ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം, സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. 2019-ല് 2023-ല് 2024 സെയിം ചോദ്യമാണ് ചോദിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. അടുത്തത്, ഇനി ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ക്വസ്റ്റ്യൻ പേപ്പർ ചോരല്ല, അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ പറയും. അതായത് 2017-ലെയും 2019-ലെയും 2022-ലെയും 2023 ഇത് കഴിഞ്ഞ 2024-ലെ ചോദ്യ പേപ്പറാണ്. അവിടുന്ന് അതിന് ചോദ്യങ്ങളാണ്, മാച്ച് ദ ഫോളോയിങ് ചോദിച്ച ചോദ്യങ്ങളാണ്. എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കാണിച്ചതാ? ഇവിടെ നോൺ അലൈൻ മൂവ്മെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഇവിടെ ഉണ്ട്. ഇതാ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്, യാസർ അറഫാത്ത് ഉണ്ട്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്, യാസർ അറഫാത്ത് ഉണ്ട്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്, യാസർ അറഫാത്ത് ഉണ്ട്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്, യാസർ അറഫാത്ത് ഉണ്ട്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്, യാസർ അറഫാത്ത് ഉണ്ട്.
ഇത് ഒന്ന് മാത്രമല്ല, അടുത്ത പിടിച്ചോ. ഗമാൽ അബ്ദുൽ നാസർ നോൺ അലൈൻ മൂവ്മെന്റിൽ പോയി. ഇവിടെ ആരാ? നോൺ അലൈൻ മൂവ്മെന്റ് മറ്റൊരു നേതാവാണ് ജവഹർലാൽ നെഹ്റു. ഈ പേരുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് ചെറിയ 1-2 മാറ്റം മാത്രമേ വരുത്തുള്ളൂ. 3 വർഷത്തെ PYQ നോക്കുന്ന കുട്ടിക്ക് എളുപ്പത്തിൽ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചോദ്യമാണ് ചോദിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. അടുത്തതാ ബെനിറ്റോ മുസോളിനി ഉണ്ട്, ബ്ലാക്ക് ഷർട്ട്. ബെനിറ്റോ മുസോളിനി ബ്ലാക്ക് ഷർട്ട്. അഡോൾഫ് ഹിറ്റ്ലർ ഗെസ്റ്റപ്പോ അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ ബ്രൗൺ ഷർട്ട്. ഒരു മാറ്റവും ഇല്ല. അടുത്ത പിടിച്ചോ. ഗോർബച്ചേവ് ഉണ്ട്, അതിൽ അഹമ്മദ് സുക്കർണോ ഏതാണ്? നോൺ അലൈൻ മൂവ്മെന്റ് ആണ്. അഡോൾഫ് ഹിറ്റ്ലർ ഗെസ്റ്റപ്പോ ഉണ്ട്. വീണ്ടും അഡോൾഫ് ഹിറ്റ്ലർ ഏതാണ്? ബ്രൗൺ ഷർട്ടിൽ പോയി. പിന്നെ ബെനിറ്റോ മുസോളിനി ബ്ലാക്ക് ഷർട്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. പിന്നെ എവിടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യം? അല്ലെ എങ്ങനെ, എന്താ ഇതിന്റെ ലോജിക്ക്? ഓക്കെ, ഇനി അടുത്തതാ. ഇനി എസ് എ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക? ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ PYQ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളത് നമുക്ക് സിമ്പിളി പ്രെഡിക്റ്റ് ചെയ്യാം. ഇത് പ്രഡിക്ഷൻ ആണ്, ഇതങ്ങ് പറയലാണ്. വന്ന് എന്താണ് മറ്റേ ചക്ക വീണപ്പോൾ മുയൽ ചാടുന്ന ഒരു പരിപാടിയും കൂടി ഇതിലുണ്ട്. അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാം, നമ്മളൊരു പ്രഡിക്ഷൻ നടത്തുക ചെയ്യുക. അത് വന്നാൽ അത് വന്നു. എന്തൊക്കെയാണ് ഇതിൽ ചോദിക്കും നോക്കൂ. ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺ ആണ് ചോദിച്ചത്. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. ആകെ ആ ചാപ്റ്റർ പ്രധാനമായും ചോദിച്ച 2 കാര്യങ്ങൾ, ഒന്ന് ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറാ. അപ്പൊ 2022 സെക്കൻഡ് വേൾഡ് വാർ ചോദിച്ചു, 2022 ഫസ്റ്റ് വേൾഡ് വാർ ചോദിച്ചു, 2023 സെക്കൻഡ് വേൾഡ് വാർ ചോദിച്ചു. ഇനി 2024 ഏതായിരിക്കും ചോദിക്കുക? നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ അല്ലേ? അനലൈസ് ദ കോസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ഇതാണ് ചോദിച്ചത്. ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഈ വർഷം അല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന എക്സാമിന്റെ ട്രെൻഡ് വരുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ്. ഇതിൽ വളരെ ഒരു സാധ്യതയുടെ കണക്ക് നമ്മൾ 10th മാത്സിൽ പഠിക്കുന്ന പോലെ ഒരു പോസിബിലിറ്റി മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അതങ്ങ് ആയിത്തീരുന്നതാ. അങ്ങനെ ആയി തീർക്കുന്നത് ആരാണ്? കലാകാലങ്ങളായിട്ട് സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ പൂളിലെ നമ്മൾ തമാശക്ക് പണ്ട് പറയാറുണ്ട്, എന്താണ്, ബാക്കത്തെ ടയർ ഒരു മുന്നിലിടുന്നു, മുന്നിലെ ടയർ ഒരു ബാക്കിലിടുന്നു. ഈ സെയിം പരിപാടിയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഈ മേഖലയിൽ നടക്കുന്നത്. ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും അടുത്ത വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുന്നുണ്ട്. അടുത്ത ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ സംഭവിച്ച 2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറഞ്ഞ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് നമ്മളിതെല്ലാം കൂടി ഇപ്പോൾ ഓൺലൈൻ ടീച്ചേഴ്സിൽ ഓരോ തലയിലേക്ക് ഇടാം എന്ന് പറഞ്ഞ് ആരും കൈ കഴുകാൻ നോക്കരുത്. കാരണം ഈ കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പൂൾ ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. പുതിയ തരത്തിലുള്ള ചോദ്യങ്ങൾ, ഈ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായി ഓരോ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്യുക തന്നെ വേണം. എങ്കിലേ, കാരണം ഈ പൊതുമേഖല കേരളത്തിലെ ഇപ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ പൊതുമേഖല അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സ്ഥലമാണ് കേരളം. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, ഏറ്റവും നല്ല ടീച്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്, ഏറ്റവും നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെന്ന വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം നമ്മൾ കെടുത്തിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു ഭവിഷ്യത്തായിരിക്കും വരാൻ ഇരിക്കുന്ന കാലത്ത് വരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഓൺലൈൻ സംവിധാനത്തെ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക എന്നുള്ളത് ഇനി ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫായി മാറിക്കൊണ്ടിരിക്കാൻ പോകുന്ന കാലഘട്ടം. അപ്പോൾ അതിനൊപ്പം നമ്മുടെ മേഖലയെ മെച്ചപ്പെടുത്തുക എന്നല്ലാതെ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. അതിൽ ഏറ്റവും പ്രധാന 2 എക്സ്പീരിയൻസ് കൂടി, അല്ലെങ്കിൽ എനിക്ക് ഈ ഓണപരീക്ഷ സമയത്ത് ഉണ്ടായ 2 കാര്യങ്ങൾ പറയാണ്. അതിൽ ഒന്നാമത് ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. 7ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ്. 7ാം ക്ലാസ്സിലെ കുട്ടി എനിക്ക് മെസ്സേജ് അയക്കും, നിഹാൽ സാറേ നമ്മുടെ 3rd ചാപ്റ്ററിന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അതിന് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതാണ്. കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഡിസ്കസ് ചാപ്റ്ററാണ്. കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ പഠിക്കണം, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇന്ന് ടീച്ചറോടൊന്നും ചോദിച്ചേക്കാം, ടീച്ചർക്ക് അറിയാം, ടീച്ചർക്ക് ധാരണ ഉണ്ടാവും ഞാൻ പറഞ്ഞു. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു ടീച്ചർക്ക് വലിയ ധാരണ ഇല്ല എന്നാണ് ടീച്ചർ എന്നോട് പറഞ്ഞതെന്നാണ് കുട്ടി പറഞ്ഞത്. ഇനി അത് ശരിയോ തെറ്റോ 2ാമത്തെ കാര്യം. ഇനി എന്തെങ്കിലും രീതിയിൽ ആ ടീച്ചർ ആ ചെറിയ 7ാം ക്ലാസ്സിലെ കുട്ടികൾ ആ കുട്ടിയോട് അല്ലെങ്കിൽ ആ ടീച്ചർ ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ചെറിയ മക്കളാ, അവർക്ക് ടീച്ചേഴ്സിനോടാണ് അവർക്ക് വലിയ വിശ്വാസമുള്ളത്. നിങ്ങൾ നേരിട്ട് കാണുന്ന ടീച്ചേഴ്സിനോട് വിശ്വാസമുള്ളത്. ആ വിശ്വാസവും അല്ലെങ്കിൽ അവരിന്ന് ടീച്ചേഴ്സിൽ നിന്നും ആ കുട്ടികൾക്ക് കിട്ടേണ്ട എന്തൊക്കെ കാര്യങ്ങൾ മിസ്സാകുമ്പോഴാണ് എവിടേക്ക് വരുന്നത്, ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് അവർ വരുന്നത്. കാരണം അവരുടെ ഫസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിശപ്പ് ആദ്യം അടക്കാൻ സാധിക്കും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് അവർക്ക് വിശപ്പ് അടങ്ങിയിട്ടില്ലെങ്കിലാണ് അവരെന്ത് ചെയ്യുക നമ്മളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കൃത്യമായ രീതിയിൽ നിങ്ങൾ അവരെ കാണേണ്ട രീതിയിൽ, അല്ലെങ്കിൽ അവരോട് കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം
എവിടെയും വരുന്നില്ല, ആരെയും നിങ്ങൾ പഴിചാരേണ്ടി വരില്ല. അപ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിയുടെ ടീച്ചറിന് പറയാണ്, എടാ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മതി, ആ കുട്ടിക്ക് അറിയുമല്ലോ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, ഞാനിത് എല്ലാ ടീച്ചേഴ്സിനും അടിച്ചാക്ഷേപിക്കുക ഒന്നും അല്ല കേട്ടോ, ഈ ഒരു വിഷയത്തിലുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു മാത്രമേ, അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്, അല്ലാതെ ഇതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇല്ല എന്ന രീതിയിൽ കാരണം നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ ഏറ്റവും സങ്കടമായ മറ്റൊരു കാര്യം, ഞാൻ +2 ക്ലാസ് എടുക്കുന്ന ആളാണ്, +2 പൊളിറ്റിക്സാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. +2 പൊളിറ്റിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചാണ്, എനിക്ക് ആ കുട്ടിയെ ക്വസ്റ്റ്യൻ പേപ്പർ ആ കുട്ടി അയച്ചതാണ്. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയാം എന്താ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ആ കുട്ടി എനിക്ക് മെസ്സേജ്, സാറേ നിഹാൽ സാറേ പൊളിറ്റിക്സ് എക്സാം അടിപൊളിയായിരുന്നു, സാറ് പറഞ്ഞ മുഴുവൻ ചോദ്യം വന്നു, എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ നന്നായി എനിക്ക് എഴുതാൻ വേണ്ടി സാധിച്ചു, വളരെ നന്ദിയുണ്ട് സാറേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഞാൻ പറഞ്ഞു, എടാ നിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അയക്കുമെന്ന് വെച്ചു. കാരണം പല സ്കൂളിലും, കാരണം ഗവൺമെൻറ് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ അല്ല +2 സ്കൂൾ ആളുകളാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. അങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടി എനിക്ക് അയച്ചപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് 2023 PYQ ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ അതിൽ ഡിസ്കസ് 2023 ക്വസ്റ്റ്യൻ, ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ആ സ്കൂളിലെ കുട്ടിക്ക് ആര് നൽകിയത്, ആ സ്കൂളിലെ അധ്യാപകൻ നൽകിയത്. ഏതാണ്? ഇവിടെ 2024 ചെറിയ മാറ്റം വരുത്തി, വേറെ ഒരു മാറ്റവും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇത് 2020 ഫസ്റ്റ് ക്വാർട്ടർലി എക്സാമിനേഷൻ 2023, ഫസ്റ്റ് ക്വാർട്ടർലി എക്സാമിനേഷൻ 2024. നിങ്ങൾ പറ, ഇതിൽ ആരാണ് തെറ്റുകാർ? ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന ഞങ്ങളാണോ അതോ ആരാണ് ഇതിൽ കുറ്റക്കാർ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന് പുറകിലുണ്ട്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചാഞ്ഞ മരത്തിൻ്റെ മേലെ കൂടി കയറില്ല. ഇത് വലിയൊരു സിസ്റ്റമാണ് വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത്. ഇന്നോ നാളത്തെയോ അല്ല ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത്, ഒരുപാട് വർഷത്തേക്കുള്ള റിസൾട്ടുകൾ നമ്മളിവിടെ ഓരോ ക്ലാസ്സിലൂടെയും ഓരോ അധ്യാപകരും പഠിപ്പിച്ചു വിടുന്നത്. അപ്പോൾ കൃത്യമായ നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇമ്പോർട്ടൻ്റ്. അതായത് കൃത്യമായ നല്ല നല്ല പുതിയ ചോദ്യങ്ങളും സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കുട്ടികളുടെ കുറച്ചും കൂടി അവരുടെ എഫിഷ്യൻസി കൂടിയും നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കുക. എല്ലാവരും കൃത്യമായ രീതിയിൽ അവരുടെ ജോലി കൃത്യമായി ചെയ്യുക എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഇതൊരു ചർച്ചയാണ്, അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഒരു സൈഡ് മാത്രം നന്നാക്കി പറയുന്നല്ല. എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നില്ല. സോ എന്താണ് ചോദ്യപേപ്പർ ചോരുന്നതിൻ്റെ ഒരു വസ്തുത, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഒരു വശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിർബന്ധം താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു.